ഹലോ ആൾ വെൽക്കം ബാക്ക്. ഇപ്പോൾ നിങ്ങൾ നീറ്റൊക്കെ എഴുതിയിരിക്കുമായിരിക്കും. ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് നീറ്റ് എഴുതിയവരുണ്ടാവും, ഒന്നും പഠിക്കാതെ പ്ലസ് ടു കഴിഞ്ഞ് നീറ്റ് എഴുതിയവരുണ്ടാവും, അതുപോലെ തന്നെ റിപ്പീറ്റേഴ്സിൻ്റെ ഒന്നും പഠിക്കാത്തവരൊക്കെ ഉണ്ടാവും, ഒരുപാട് പേരുണ്ടാവും. റിപ്പീറ്റേഴ്സ് ആണെങ്കിൽ ഒരു വർഷം കൂടി സ്പെൻഡ് ചെയ്തിട്ട് റിപ്പീറ്റ് ചെയ്യാം. അതുപോലെ തന്നെ പ്ലസ് ടു പഠിച്ച് നീറ്റ് എഴുതിയവരാണെന്നുണ്ടെങ്കിൽ ഒരു വർഷം കൂടി റിപ്പീറ്റ് ചെയ്തിട്ട് നീറ്റ് എഴുതാൻ, അടുത്ത വർഷം നീറ്റ് എഴുതാന്നൊക്കെ നിങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നവരുണ്ടാവും. സോ അപ്പോൾ നിങ്ങൾ മനസ്സിലുള്ള ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് സെലക്ട് ചെയ്യും എന്നുള്ളതാണ്. ഏത് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് സെലക്ട് ചെയ്യും? ഇപ്പോൾ ഗേൾസ് ഓൺലി കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടോ, എങ്ങനെയാണ്, ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആണോ ബെസ്റ്റ്, ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരുന്നുണ്ട്. കാര്യം എന്താ വെച്ചാൽ ഞാൻ ഓൺലൈനും ഓഫ്ലൈനും ഒക്കെ പഠിച്ചൊരു സ്റ്റുഡൻ്റ് ആണ്. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ലൈക്കാണ്. ജസ്റ്റ് നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് വീഡിയോസ് വരാനുണ്ട്. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ, നീറ്റ് സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഒരുപാട് വീഡിയോസ് ഒക്കെ വരാനുണ്ട്. അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. സോ വിച്ച് ഈസ് ദ ബെസ്റ്റ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ നീറ്റ്? ഈ വർഷം നിങ്ങൾ നീറ്റ് റിപ്പീറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ, നീറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാന്നുണ്ടെങ്കിൽ ഏത് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരിക്കും നിങ്ങൾ പഠിക്കേണ്ടത്? അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, സോ ഇനീഷ്യലി നിങ്ങൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കമ്മ്യൂണിറ്റിയിലൊക്കെ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ടെലഗ്രാം കമ്മ്യൂണിറ്റി, വാട്സപ്പ് കമ്മ്യൂണിറ്റി ഒക്കെ ഉണ്ട്. അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഷോർട്ട് നോട്ട്, മൈൻഡ് മാപ്പ്, എല്ലാ കാര്യങ്ങളും നമ്മൾ അതിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഓൺലൈൻ സ്റ്റുഡൻ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് എല്ലാ നീറ്റ് ആസ്പിറൻറ്റ് 2025 നീറ്റിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളിപ്പോൾ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് സെലക്ട് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷനിലാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. സോ ജസ്റ്റ് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. എവിടെ റിപ്പീറ്റ് ചെയ്യണം എന്നുള്ളതല്ലേ? ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, അതൊക്കെ ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ഇനീഷ്യലി ഇപ്പോൾ ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾ ഗേൾസ് ഓൺലി പ്ലാറ്റ്ഫോമാണ് നോക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഗേൾസിന് മാത്രം ഉഷാറായിട്ട് പഠിച്ചിട്ട് മുന്നോട്ട് പോകും. അതായത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഗേൾസ് ഓൺലി പ്ലാറ്റ്ഫോം ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ പരിചയപ്പെടുത്തി തരാം. ടാർഗറ്റ് നീറ്റ് ക്യാമ്പസ് എന്നാണ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിൽ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ സ്കോളർഷിപ്പ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. യു ക്യാൻ ഗെറ്റ് സ്കോളർഷിപ്പ്, നിങ്ങൾക്ക് സ്കോളർഷിപ്പ് ഇവിടെ കിട്ടും. അതുപോലെ തന്നെ 15+ ഇയേഴ്സ് എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റീസാണ് ഇവിടെ ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, 15 വർഷത്തോളം നീറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ് എടുക്കുന്ന ഫാക്കൽറ്റീസാണ് ഇവിടെ ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ വേറെ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ക്യാമ്പസ്, നിങ്ങൾ ക്യാമ്പസിൻ്റെ ഫോട്ടോ ഞാൻ ജസ്റ്റ് സ്ക്രീനിൽ ഒന്ന് കൊടുക്കാം. ഏറ്റവും ബിഗ്ഗസ്റ്റ് ക്യാമ്പസാണ് ഇവിടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാൻ എന്താണെന്ന് വെച്ചാൽ 200 സീറ്റ് മാത്രമേ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മളെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഏറ്റവും പെട്ടെന്ന് തന്നെ, നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ അവരെ കോൺടാക്ട് ചെയ്യുക. അവരെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ നേരെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. 200 സീറ്റ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. പെട്ടെന്ന് തന്നെ അവർക്ക് മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾ സീറ്റ്സ് നിങ്ങൾ ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താ പറയുക, അടിപൊളി സ്റ്റഡി മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വേറെ കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ കസ്റ്റമൈസ്ഡ് ടാബ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. കസ്റ്റമൈസ്ഡ് ടാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആപ്പും കാര്യങ്ങളൊക്കെയാണ് അതിലുണ്ടാകുന്നത്. അതുപോലെ തന്നെ അടിപൊളി റിസൾട്ടാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്, അന്നത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഡൗട്ട് ക്ലിയറിംഗ് ഫാക്കൽറ്റീസ് തന്നെ നിങ്ങൾക്ക് അവരുടെ ക്ലാസ് കഴിഞ്ഞ ശേഷം അവിടെ അവൈലബിൾ ആണ്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഡെയിലി എക്സാംസ് നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആണ്. വേറൊരു കാര്യം പറയാമെന്ന് വെച്ചാൽ ഹോസ്റ്റലും ക്ലാസ് റൂമും ഒക്കെ സെയിം കോമ്പൗണ്ടിലാണ്, സെയിം ക്യാമ്പസിലാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഒരു ട്രാവലിംഗ് ടൈം വേസ്റ്റേജ് ഒന്നുമില്ല, നിങ്ങൾക്ക് ഒക്കെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, സോ അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു മെൻറ്റർഷിപ്പ് സപ്പോർട്ട് തന്നെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അവരുടെ ഇതിലോട്ട് പോകാനുള്ള ലിങ്ക്, അതിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ബ്രോഷറും കാര്യങ്ങളും അതുപോലെ തന്നെ ഇതൊക്കെ നമ്മൾ ടെലഗ്രാമിലും വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ടെലഗ്രാം ചാനലിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ ബ്രോഷറും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. 200 സീറ്റ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അതാണ് ഞാൻ സ്ട്രെസ് ചെയ്ത് പറയാനുള്ള കാര്യം. എന്ന് വെച്ചാൽ ഓൺലി 200 സീറ്റ്സ് ആർ ലെഫ്റ്റ്. അപ്പോൾ 200 സീറ്റ്സ് മാത്രമേ അവിടെ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ഈ പെട്ടെന്ന് തന്നെ നിങ്ങൾ എന്താ പറയുക, അവരെ കോൺടാക്ട് ചെയ്തിട്ട് ബുക്ക് ചെയ്യുക. അപ്പോൾ ഗേൾസ് ഓൺലി പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഒരു ഗേൾസിന് നല്ലൊരു അറ്റ്മോസ്ഫിയർ, നല്ലൊരു ആംബിയൻസിൽ പഠിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവരെ ഈ ഒരു ടാർഗറ്റ് നീറ്റ് ക്യാമ്പസിലോട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ജോയിൻ ചെയ്യാനുള്ള എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്കിലൂടെ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ നിങ്ങളിപ്പോൾ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വിച്ച് ഈസ് ദ ബെസ്റ്റ്, ഓൺലൈൻ ഓർ ഓഫ്ലൈൻ? ഒരുപാട് പേരുടെ ഡൗട്ടാണ്, ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആണോ ഞാൻ ചൂസ് ചെയ്യേണ്ടതെന്ന്. കാര്യം ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആണോ? അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ല, ഞാൻ രണ്ടും പഠിച്ചിട്ടുണ്ട്, ഓൺലൈനും ഓഫ്ലൈനും പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഓഫ്ലൈനും പഠിച്ചത് ആകെ 1 മാസമേ പഠിച്ചിട്ടുള്ളൂ. കാര്യം എന്താ വെച്ചാൽ അന്ന് കൊറോണ ഒരു സമയമായിരുന്നു, ഞാൻ റിപ്പീറ്റ് ചെയ്ത സമയത്ത് കൊറോണ സമയമായിരുന്നു, അന്നായിരുന്നു ഓഫ്ലൈൻ പഠിച്ചത്. അന്നൊരു എന്താ പറയുക, അങ്ങനെ ആയിരുന്നു. സോ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ 2 യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതാണ് ബെസ്റ്റ്? അപ്പോൾ ഡിപ്പെൻഡ്സ് ഓൺ യു.
ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ വീട്ടിൽ ഡിസ്ട്രാക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ പറ്റിയൊരു മെത്തേഡ് ഓൺലൈൻ അല്ല, തീർച്ചയായിട്ടും നിങ്ങൾ ഓഫ്ലൈൻ ചൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഓൺലൈനും അതുപോലെ തന്നെ ഓഫ്ലൈനും പെക്യുലാരിറ്റീസ് ഞാൻ പറഞ്ഞത് എന്തൊക്കെയാണ്, മെറിറ്റ്സ് എന്തൊക്കെയാണ്, ഡിമെറിറ്റ്സ് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഫേസ് ചെയ്ത കാര്യങ്ങളാണ് പറയുന്നത്. സോ നിങ്ങൾക്ക് ഇപ്പോൾ ഓൺലൈനാണോ ഓഫ്ലൈനാണോ ചൂസ് ചെയ്യുന്ന കൺഫ്യൂഷൻ ഉള്ളവർക്ക് ഇതൊരു നല്ലൊരു കാര്യമായിരിക്കും. ഓക്കെ, സോ നിങ്ങൾ ഇതൊന്നും കേൾക്കാം. അപ്പോൾ ഓൺലൈൻ ആകുമ്പോൾ ഉള്ളൊരു പ്രോബ്ലം എന്താ വെച്ചാൽ ഡൗട്ട് ക്ലിയറിങ് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഡൗട്ട് വന്നു കഴിഞ്ഞാൽ അപ്പോൾ ക്ലിയർ ചെയ്യാൻ പറ്റില്ല. എനിക്കൊക്കെ പറ്റിയ പ്രോബ്ലമാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഓൺലൈനിൽ ഗൂഗിളിലൊക്കെ അടിച്ചിട്ട് ഡൗട്ട് ക്ലിയർ ചെയ്യും. പക്ഷേ നമുക്കൊരു ഫാക്കൽറ്റീസ് ഡൗട്ട് ക്ലിയർ ചെയ്യുന്ന അത്ര എഫക്റ്റീവായിട്ട് മാറില്ല. അതൊരു പ്രശ്നമാണ്. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പിന്നെ ഓൺലൈനിൻ്റെ ഒരു പെക്യുലർ എന്തൊക്കെ ഗുണങ്ങൾ വെച്ചാൽ ഒരുപാട് സമയം നിങ്ങൾക്ക് പഠിക്കാനായിട്ട് കിട്ടും. ഓഫ്ലൈൻ്റെ പോലെയല്ല, നിങ്ങൾക്ക് ഇപ്പോൾ ക്ലാസ്സൊക്കെ 1.2 1.5x ഇട്ട് കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ക്ലാസ്സൊക്കെ തീരും. അങ്ങനെ പറ്റും. പിന്നെ ക്ലാസ്സൊക്കെ ബാക്ക് അടിച്ചിട്ട് നിങ്ങൾക്ക് വീണ്ടും കേൾക്കാനായിട്ട് പറ്റും. പിന്നെ ഒരു സമയം വേസ്റ്റേജും ഇല്ല, ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ഓഫ്ലൈൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് അപ്പം തന്നെ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. അതാണ് വൺ ഓഫ് ദ ബെസ്റ്റ് കാര്യം. പിന്നെ അതുപോലെ തന്നെ കമ്പൈൻ സ്റ്റഡി പോസിബിൾ ആണ്. കമ്പൈൻ സ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ സ്റ്റുഡൻസിനോട് തന്നെ ചോദിച്ചിട്ട് നിങ്ങൾക്ക് സ്റ്റുഡൻസിൻ്റെ നല്ലൊരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കി നിങ്ങൾക്ക് അങ്ങനെ പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെ യു ക്യാൻ റൈറ്റ് ഓഫ്ലൈൻ എക്സാംസ്. നിങ്ങൾക്ക് ഓഫ്ലൈൻ എക്സാംസ് എഴുതാനായിട്ട് സാധിക്കുന്നതാണ്. കാര്യം എന്താ വെച്ചാൽ ഓഫ്ലൈൻ എക്സാംസ് മസ്റ്റ് ആണല്ലോ. അപ്പോൾ ഓൺലൈൻ്റെ കാര്യം എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് നീറ്റിൻ്റെ ആ സമയത്ത് മാത്രമേ നിങ്ങൾക്ക് ഓഫ്ലൈൻ എക്സാം എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ ഹൗ ടു ചൂസ് എൻ ഇൻസ്റ്റിറ്റ്യൂട്ട്. എങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ ചൂസ് ചെയ്യണം. മെയിൻലി നിങ്ങൾ നോക്കേണ്ടത് റിസൾട്ടും കാര്യമൊന്നുമല്ല. അപ്പോൾ ഞാൻ നോക്കിയിരുന്നത് അഫോർഡബിലിറ്റി. നിങ്ങൾക്ക് ഒരു നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, മോസ്റ്റ് അഫോർഡബിൾ ആണെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നല്ലൊരു മെൻറ്റർഷിപ്പ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, നല്ലൊരു മെൻറ്റർഷിപ്പ് ഉണ്ടായിരിക്കും. കാര്യം വെച്ചാൽ മെൻറ്റർഷിപ്പ് ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് നീറ്റിൽ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ ക്ലാസ്സസിൻ്റെ കാര്യത്തിൽ പക്ക ക്ലാസ്സസ് ആയിരിക്കണം. നിങ്ങൾക്ക് നല്ല ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്ന ഫാക്കൽറ്റീസിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് നല്ല 100% ട്രസ്റ്റഡിലൂടെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ മെറ്റീരിയൽസ് അടിപൊളിയായിരിക്കണം. മെജോറിറ്റി ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അടിപൊളി മെറ്റീരിയൽസ് തന്നെയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ യാതൊരു കൺഫ്യൂഷനും വേണ്ട. പിന്നെ റിവിഷൻ പ്രോഗ്രാംസ്, നല്ല റിവിഷൻ പ്രോഗ്രാംസ് പ്രൊവൈഡ് ഉണ്ടോ നോക്കുക. കഴിഞ്ഞ ലാസ്റ്റ് ആ സമയത്തൊക്കെ നമുക്ക് ഒരുപാട് റിവിഷൻസ് അവൈലബിൾ ആണ്. പിന്നെ റിസൾട്ട് തീർച്ചയായിട്ടും നമുക്ക് റിസൾട്ട് നോക്കണം. നല്ല റിസൾട്ടുള്ള കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണെന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, പിന്നെ അടുത്തതായിട്ട് പറയാനുള്ളത് ഈ ഡിസ്ട്രാക്ഷൻസ് ഇൻ ഹോം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വീട്ടിൽ നിങ്ങൾക്ക് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഓഫ്ലൈൻ ചൂസ് ചെയ്യുക, ഓൺലൈൻ ചൂസ് ചെയ്യരുത്. ഓക്കെ, അപ്പോൾ ഓൺലൈൻ ചൂസ് ചെയ്താൽ നിങ്ങൾക്ക് പണി കിട്ടും. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഏതൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എപ്പോൾ ജോയിൻ ചെയ്യണം എന്നുള്ള ഡൗട്ടുകളൊക്കെ ഉണ്ട്. വെൻ ടു ജോയിൻ. അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, നീറ്റ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്, ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യണോ എന്നൊക്കെ ഡൗട്ടുകൾ ഉണ്ടാവും. ഇപ്പോൾ +2 കഴിഞ്ഞ് മര്യാദക്കൊന്നും പഠിക്കുക, അതായത് നീറ്റിന് നിങ്ങളിപ്പോൾ നീറ്റ് 2024 എഫേർട്ട് എടുക്കാത്ത സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുക. +2 കഴിഞ്ഞവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് പഠിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സമയം വേസ്റ്റ് ആക്കാതെ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് അത്ര സമയം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും, വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ലല്ലോ. കാരണം ആ സമയമൊക്കെ നിങ്ങൾക്ക് കിട്ടും. പിന്നെ അടുത്ത വർഷം നീറ്റ് കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് വളരെ കൂളായിട്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്ത് നടക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുക. ഇനിയിപ്പോൾ നല്ല ഹാർഡ് വർക്ക് ചെയ്ത് കഷ്ടപ്പെട്ട സ്റ്റുഡൻ്റാണ്, 1 വർഷം 2 വർഷം അടിപൊളിയായിട്ട് ഇരുന്ന് പഠിക്കും, പക്ഷേ നീറ്റ് ചെറിയൊരു ഇതിന് നിങ്ങൾക്കൊരു ഹോപ്പില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു 2 വീക്കോ 3 വീക്കോ അല്ലെങ്കിൽ കുറച്ചൊക്കെ റെസ്റ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യണമെങ്കിൽ അങ്ങനെ ജോയിൻ ചെയ്യുക. സോ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എങ്ങനെ ഒരു ചൂസ് ചെയ്യണം, അതായത് ഓൺലൈൻ ചൂസ് ചെയ്യണോ ഓഫ്ലൈൻ ചൂസ് ചെയ്യണം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ ഓൺലൈൻ്റെ കാര്യം ഓഫ്ലൈൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. അതായത് ഓൺലൈൻ ആകുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറൻസിൻ്റെ ഒരു പ്രോബ്ലം മാത്രമേ വരുന്നുള്ളൂ. ഓൺലൈൻ ആകുമ്പോൾ ഒരുപാട് ഇത് അവൈലബിൾ ആട്ടോ. കാര്യം എന്ന് വെച്ചാൽ ഓൺലൈൻ ആകുമ്പോൾ എന്താ വെച്ചാൽ ഡൗട്ട് ക്ലിയറിങ്ങിൻ്റെ ഒരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ. ബാക്കി പിന്നെ നിങ്ങൾക്ക് ക്ലാസ്സസൊക്കെ യൂട്യൂബിലൊക്കെ നിങ്ങൾക്ക് പല ക്ലാസ്സസൊക്കെ നിങ്ങൾക്ക് വാച്ച് ചെയ്യാൻ പറ്റും. പക്ഷേ ഓഫ്ലൈൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഏതൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് അവരുടെ ടാബൊക്കെ തരാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഓൺലൈൻ ഒരു ഹൈബ്രിഡ് മെത്തേഡിലൂടെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ടാർഗറ്റ് നീറ്റ് ക്യാമ്പസ് അവരും പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലത്തെ ഒരു മെത്തേഡ് തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഗേൾസ് ഓൺലി പ്ലാറ്റ്ഫോമാണ് ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ടാർഗറ്റ് നീറ്റ് ക്യാമ്പസിലോട്ട് പോകാൻ സാധിക്കുന്നതാണ്. അടിപൊളി ഫാക്കൽറ്റീസാണ്. 200 സീറ്റ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അതാണ് സ്ട്രെസ് ചെയ്ത് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ സീറ്റ്സ് ബുക്ക് ചെയ്യുക. അപ്പോൾ സീറ്റ് ആയിട്ട് നിങ്ങൾ വിളിച്ചിട്ട് കാര്യമില്ല. സോ പെട്ടെന്ന് തന്നെ നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്യുക. എല്ലാ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനും കമൻറ്റ് ബോക്സിലൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ നീറ്റ് 2025 എഴുതാൻ പോകുന്നവർക്ക് എല്ലാവർക്കും ആൾ ദി ബെസ്റ്റ്. സോ അടിപൊളിയായിട്ടിരിക്കുക, ഉഷാറായിട്ട് പഠിക്കുക. സോ ആൾ ദി ബെസ്റ്റ്.